ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന ടൈപ്പിലുള്ള ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കി നോക്കാം. കടകളിൽ നിന്ന് വാങ്ങുന്ന മസാലപ്പൊടി ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ റെഡിയാക്കിയിട്ടുള്ളത്. കൂടാതെ ഞാനിത് വിറകടുപ്പിലും മൺകലത്തിലും കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും നിങ്ങളുടെ സാമ്പാർ ഫ്ലോപ്പ് ആവില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറിയിലെ വഴുതനങ്ങ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം വേവുള്ള കഷ്ണങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു, കുമ്പളങ്ങിയ കഷ്ണം ഇട്ട് കൊടുത്തു. ഇനി ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. നമുക്ക് ചിരവിയെടുത്ത തേങ്ങയുടെ കൂടെ ഒരല്ലി വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി, 2 കഷ്ണം കായം, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ പരിപ്പ്, 2 തണ്ട് കറിവേപ്പില, കൂടെ 4 ടേബിൾ സ്പൂൺ മല്ലി, എരിവിനായിട്ട് ഒരു 8 ഉണക്കമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ചൂടായൊരു ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായ അതിലിട്ടൊന്ന് മൂപ്പിച്ച് വറുത്ത് കോരാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ 4 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. മല്ലി അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും ഇനി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സാമ്പാറിലേക്കുള്ള തേങ്ങ നമ്മൾ മൂപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ജീരകം, ഉലുവ, ഉഴുന്നുപരിപ്പ്, പരിപ്പ് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കായം, മല്ലി, മുളക് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും കൂടെ ഇട്ട ശേഷം നമുക്കിനി ഒരു 1/2 മിനിറ്റ് കൂടെ അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെക്കണം. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാനുണ്ട്. മുരിങ്ങക്കായ, അതുപോലെ തക്കാളി, പിന്നെ മത്തങ്ങ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കണം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. വെണ്ടയ്ക്ക നമ്മൾ വാട്ടാതെ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവുകയും ചെയ്യും, കൂടാതെ കൊഴുപ്പ് കൂടുതലും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്ന കഷ്ണങ്ങളും ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അരപ്പ് ചേർത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നാലേ നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ കറിയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്കായിട്ടൊരു 1/2 ടീസ്പൂണോളം ശർക്കര നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു 2 നുള്ള് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ, ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ടെല്ലാം അതിൽ നന്നായി യോജിച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. 3-4 ഉണക്കമുളക് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്കായി ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. കറിവേപ്പിലയും കൂടെ മൂത്ത ശേഷം നമുക്കിനി സാമ്പാറിലേക്ക് വറവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ വറവും കൂടെ ചെന്നപ്പോഴേക്ക്. അപ്പോൾ നമ്മുടെ കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന പോലുള്ള അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.